ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗീത ചേച്ചി നമ്മളെ വിട്ട് പോയിട്ട് എനിക്ക് 8 ദിവസമായി. അപ്പം ചേച്ചിയുടെ ഒരു വേർപാട് എന്ന് പറയണത് വല്ലാത്തൊരു, ശരിക്കും നമ്മളൊരു നാട് മുഴുവൻ വിങ്ങിപ്പൊട്ടുന്നൊരു ഒരു എന്താ പറയുക, ആ ഒരു അവസ്ഥ ഞാൻ കണ്ടു. കാരണം കുടുംബക്കാരായ ഞങ്ങൾക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ നാട്ടുകാരുടെ അടുത്തൊക്കെ ഗീച്ചേച്ചി എത്രമാത്രം നല്ല അഭിപ്രായമുള്ള വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഗീച്ചേച്ചി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ടല്ലോ, സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടെ ചേച്ചി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. അതുപോലെ ചേച്ചിയുടെ മൂത്ത മകള് മോളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇനിയുള്ള എന്താ പറയുക, ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മയില്ലാത്ത വേദന അറിയിക്കാതെ അവരെ വളർത്തണമെന്നാണ് ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അച്ഛനും അതേപോലെ തന്നെയാണ്. ബാബോട്ടൻ സംസാരശേഷി ചെറിയ രീതിയിലേ ഉള്ളൂ, പിന്നെ നമ്മളെപ്പോലുള്ള ബുദ്ധിയല്ല അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എന്തായാലും അവർക്കൊരു താങ്ങും തണലുമായിട്ട് ഞാനും ഇനി മുതൽ ഉണ്ടാവും അവരുടെ കൂടെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യാൻ എനിക്ക് സാധിക്കാഞ്ഞതും. എൻ്റെ കണ്ണൊക്കെ കണ്ടാലറിയാം, ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടും ഒരുപാട് ഇവിടെ നിന്ന് അവിടെ കേനാശ്ശേരി വരെ പോയി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓടിയിട്ടൊക്കെ ഒരേ ഇതായിരുന്നു. പിന്നെ മക്കൾക്ക് രണ്ടുപേർക്കും വയ്യ, പനി, അതൊക്കെയാണ്. അപ്പം എന്തായാലും എല്ലാവരും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. അവർക്കൊക്കെ 1000 നന്ദിയുണ്ട്. കാരണം ഞാൻ പറയുമ്പോഴേക്കും എൻ്റെ ഒപ്പം നിന്ന്, എൻ്റെ കൂടെ പിറപ്പുകളെ പോലെ എൻ്റെ ഒപ്പം നിന്ന് നിൽക്കുന്ന ഒരുപാട് ഫാമിലിയാണ് എനിക്ക് യൂട്യൂബിലൂടെ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞൊഴുകിക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മുതുകാട് സാറിൻ്റെ പ്രശ്നം, പിന്നെ ഒരു റസീന അല്ലേ, ഞാൻ റംസീന എന്നോ അങ്ങനെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, അല്ല സോറി, ഷിഫാന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അമ്മായിയമ്മ ക്രൂരമായിട്ട് തലക്കടിച്ച്, ഇരുമ്പുപടി കൊണ്ട് തലക്കടിച്ച് മർദ്ദനം, ഡിവോഴ്സ് ആവശ്യപ്പെട്ട് ഭർത്താവ്, അങ്ങനെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഒന്നാമത് ഭയങ്കര വിഷമമാണ്, മൈൻഡൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ പൂർവാധികം ശക്തിയോടെ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചേച്ചിയുടെ ക്രിയയാണ് വ്യാഴാഴ്ച. അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച മുതൽ ഞാൻ പഴയതുപോലെ വീഡിയോസൊക്കെ ഇടാം. അതുപോലെ നമ്മുടെ കട ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം നമ്മൾ കടയിൽ അടയ്ക്കാൻ പോവുകയാണ്. കാരണം ഇനി എന്തായാലും ക്രിയ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വേണ്ട ഉണ്ണിയപ്പത്തിൻ്റെ ഇതിങ്ങനെ ഞാൻ സംസാരിക്കുമ്പോഴേക്കും ഉണ്ണിയപ്പം കരിയും, അതാണ് അവസ്ഥ. അപ്പോൾ വോയിസ് കേൾക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ മൈക്കൊന്നും വെച്ചില്ല, ഒന്നിനും ഒരു ഉഷാറില്ല. പക്ഷേ എന്തായാലും എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്ട്, ഒരാൾ എന്താണ് മുഹമ്മദ് അലി എന്നോ അങ്ങനെ എന്തോണ് പേര്, അയാൾ 2-3 പ്രാവശ്യം ചോദിക്കുന്നതായിരുന്നു ഒരേ ചോദ്യമാണ്, ഞാൻ മതം മാറിയോ, പിന്നെ മുസ്ലിം മതം സ്വീകരിച്ചോ, പിന്നെന്താണ് ഞങ്ങളുടെ മതത്തിനെക്കുറിച്ച് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ മതത്തിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ മതത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഞാൻ മതസൗഹാർദ്ദത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതൊന്നും താല്പര്യമില്ലാത്ത നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് എൻ്റെ ഉള്ള ശബ്ദം കൂടി ഇല്ലാണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, എന്നെ മറക്കരുത്, വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ കടയിൽ എനിക്ക് തൈറോയിഡ് കുറച്ചും കൂടെ കൂടുതലായ പോലെയുണ്ട്. നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ എന്താ തടിച്ചു എന്ന്. അത് തൈറോയിഡിൻ്റെ ഒരു ഇതാണ്, ഹൈപ്പോ തൈറോയിഡ് ആണ്. അപ്പം 2-3 ദിവസമായിട്ട് മരുന്നൊന്നും കഴിക്കാൻ സാധിച്ചില്ല. പിന്നെ അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അവിടെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട്
തടിച്ച പോലെ ഉണ്ട്. അപ്പം ചെക്കപ്പൊക്കെ ഞാൻ ഇനി വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ നോക്കുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഇതിനോട് വെറുതെ അപ്പോൾ പറയേണ്ടത് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. കാരണം ഇതൊന്നും എവിടെ എഴുതി വെച്ചിട്ടല്ലല്ലോ, എന്താ പറയുക, നമ്മൾ പറയുന്നത് തന്നെ. അപ്പോൾ എന്തായാലും അപ്പോൾ പറയണം. ശരി, നന്ദി, നമസ്കാരം.